അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് 25ാമത് വാർഷിക ജനറൽ ബോഡി യോഗം ഈ മാസം 29, 30, ഡിസംബർ 1 തീയതികളിൽ കണ്ണൂരിൽ നടക്കും. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. പൂർവ്വ സൈനിക് സേവാ പരിഷത്തിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ആദ്യമായാണ് ദക്ഷിണേന്ത്യയിൽ വെച്ച് നടക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പൂർവ്വ സൈനികരാണ് വാർഷിക ജനറൽ ബോഡി യോഗത്തിന്റെ ഭാഗമാകുക. വിരമിച്ച സൈനികരുടെ ക്ഷേമവും സാമൂഹിക പ്രതിബദ്ധതയും ലക്ഷ്യമാക്കിയാണ് പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ പ്രവർത്തനം. ഓരോ വർഷവും നിരവധിയായ സേവന പ്രവർത്തനങ്ങളാണ് സംഘടന ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നത്. ഇത് കൂടുതൽ വിപുലമാക്കുക എന്ന ലക്ഷ്യമാണ് ഇത്തവണത്തെ യോഗത്തിനുള്ളത്. പൂർവ്വ സൈനികരുടെ ധാരാളം സംഘടന ഉണ്ടെങ്കിലും ഇന്ത്യ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അംഗീകാരം ലഭിച്ച വളരെ ചുരുക്കം സംഘടനയിൽ ഒന്നാണ് നമ്മുടെ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത്. എല്ലാ വർഷവും സംഘടനയിൽ നടക്കുന്നത് പോലെ വാർഷിക സമ്മേളനം നടക്കാറുണ്ട്. കഴിഞ്ഞ വർഷം അത് ജയ്പൂരിലായിരുന്നു, അതിനു മുന്നേ ലക്നൌവിലായിരുന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടനയുടെ വാർഷിക സമ്മേളനം നടക്കുന്നുണ്ട്. കേരളത്തിൽ ഇത്രയും വിശാലമായ ഒരു സമ്മേളനം നടക്കുന്നത് ആദ്യമായിട്ടാണ്. മാത്രമല്ല, സംഘടന രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷമുള്ള 25ാം വർഷം എന്ന ഒരു പ്രാധാന്യവും ഈ സമ്മേളനത്തിലുണ്ട്. രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത നിരവധിയായ സൈനികരുള്ള ഒരു മണ്ണാണ് കണ്ണൂർ. ആ കണ്ണൂരിൽ വെച്ച് നടക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി, അതിൻ്റെ ഉത്തരവാദിത്വത്തോടുകൂടി കണ്ണൂരിലെ ജനങ്ങൾ തന്നെ അതിനെ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുകയാണെങ്കിൽ ഈ സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഇതിന്റെ സംഘാടക സമിതി ഉള്ളത്. 1999 ന്യൂഡൽഹിയിലാണ് അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. കേന്ദ്ര സർക്കാരിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും അംഗീകാരമുള്ള ചുരുക്കം ചില സംഘടനകളിൽ ഒന്നാണ് പൂർവ്വ സൈനിക് സേവാ പരിഷത്ത്. ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സംഘടനയ്ക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. ജനം, കണ്ണൂർ.